ഇപ്പോൾ IMAയിലെ ഡോക്ടർ സുൽഫി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ഡോക്ടർ സുൽഫി, ഈ ആലപ്പുഴയിലെ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ദമ്പതികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമെന്ന് പറയുന്ന അവരെ യഥാസമയം ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം അറിയിച്ചിരുന്നു എന്ന് ആശുപത്രി അധികൃതരും പറയുന്നു. പക്ഷേ സംഭവിച്ചത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ പിഴവെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കൃത്യമായ ഈ സ്കാനിങ് റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ അതിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് തന്നെയല്ലേ? നമ്മൾ മനസ്സിലാക്കണം, നമുക്കുള്ള ലഭ്യമായ ടെസ്റ്റുകളെല്ലാം അൾട്രാസൗണ്ട് സ്കാൻ ആയിക്കോട്ടെ, CT സ്കാൻ ആയിക്കോട്ടെ, MRI സ്കാൻ ആയിക്കോട്ടെ, ഇതെല്ലാം 100% പ്രൂഫുള്ള 100% ആക്യുറസി ഉള്ള ടെസ്റ്റുകളല്ല. ഈ 20ാമത്തെ മാസം നമുക്ക് അനോമലി സ്കാൻ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ടെസ്റ്റ് സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാറുണ്ട്. അപ്പൊ ചില സന്ദർഭങ്ങളിലൊക്കെ അപൂർവമായിട്ടാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ എങ്കിലും ഗർഭസ്ഥ ശിശുവിന്റെ ചില വൈകല്യങ്ങൾ മിസ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകാലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രത്തിന്റെ ഒരു പൂർണ്ണതയിലെത്താത്തത് അല്ലെങ്കിൽ ശാസ്ത്രം പരിപൂർണമായിട്ട് ഒരു 100% പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ 100% പിക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് ഇതൊരു ന്യൂനതയാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂനതയാണ്. പക്ഷെ ഇത് ചികിത്സാ പിഴവാണെന്നോ അല്ലെങ്കിൽ ഗുരുതരമായ അനാസ്ഥയാണെന്നോ എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും യോജിപ്പുണ്ട്. ഇത്തരം ഒരു സംഭവം ഒരു അൾട്രാസൗണ്ടിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ തന്നെ മറ്റെല്ലാ പരിശോധനകളിലും നമ്മൾ രോഗിയെ പരിശോധിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡയഗ്നോസിലെത്താൻ നമ്മൾ സഹായിക്കുക. ഒന്ന് രോഗിയുടെ രോഗലക്ഷണങ്ങളും മറ്റു വിവരങ്ങളും, മറ്റേത് രണ്ടാമത്തെ രോഗിയെ പരിശോധിക്കുമ്പോൾ എന്താണ് ലഭ്യമാകുന്നത്, 3 നമ്മുടെ ലാബ് റിപ്പോർട്ട്സ്. അപ്പൊ ഈ എല്ലാം ഈവൻ നമ്മൾ രോഗിയെ പരിശോധിക്കുന്നത് പോലും ആക്യുറേറ്റ് ആവണമെന്നില്ല. ലാബ് റിപ്പോർട്ടുകൾ മെഷീൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതും അതിനകത്തും എല്ലാം 100% ആക്യുറസിയോടുകൂടി ഒരു റിപ്പോർട്ടുകളും നമുക്ക് ലഭ്യമായി വരണമെന്നില്ല. ഡോക്ടർ സുൽഫി, അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ താങ്കൾ പറയുന്നത്. കാരണം ഇത് 2024 വർഷം നമ്മൾ ആരോഗ്യരംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഒരുപക്ഷെ ആരോഗ്യ വകുപ്പിനാണ് ഏറ്റവും കൂടുതൽ പ്രകീർത്തിച്ച് നമ്മൾ ഈ സമീപകാലത്ത്, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുമൊക്കെ. പക്ഷേ താങ്കൾ പറയുന്നത് ഇതൊന്നും ആക്യുറേറ്റ് ആയിരിക്കില്ല എന്നുള്ളത്, 100% ഷുവർ ആവില്ല എന്ന് പറയുന്നതിൽ പിന്നെയും ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആക്യുറേറ്റ് ആവില്ല ഒരിക്കലും ഇത്തരം ചികിത്സ അല്ലെങ്കിൽ രോഗനിർണയ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. നമ്മൾ സാധാരണക്കാർ എങ്ങനെയാണ്, അല്ലെങ്കിൽ സാധാരണക്കാരെന്നല്ല ആര് തന്നെ ആയാലും എങ്ങനെയാണ് ആശുപത്രികളെ വിശ്വസിച്ചുകൊണ്ടെത്തുക? 100% അത് ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ശാസ്ത്ര സത്യവുമാണ്. ടെസ്റ്റുകളിൽ 100% ആക്യുറസിയോടുകൂടി എല്ലാ ഡിഫക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും പിക്ക് ചെയ്യുന്നില്ല. അത് നമ്മുടെ സ്കാൻ റിപ്പോർട്ടുകളിലോ അല്ലെങ്കിൽ ബ്ലഡിന്റെ റിസൾട്ടിലോ ഒക്കെ തന്നെ താഴെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാണ്. ഹ്യൂമൻ എറർ സംഭവിക്കാം, അതോടൊപ്പം തന്നെ മെഷീനുകളുടെ എറർ സംഭവിക്കാം. അതൊരു ഭാഗമാണ്. അതൊരു ശാസ്ത്രത്തിന്റെ ഭംഗിയും ന്യൂനതയുമാണ്, രണ്ടും കൂടിയാണ്. അത് ഭംഗി, അങ്ങനെ ഒരു ന്യൂനതയുണ്ട് എന്ന് തുറന്നു പറയുന്നതും, ഒരുപക്ഷെ അത് നമ്മൾ കൂടുതൽ റെക്ടിഫൈ ചെയ്യാനുള്ള പുതിയ പുതിയ മൊഡാലിറ്റീസ് ഓരോ ദിവസവും കണ്ടുപിടിക്കുകയും അത് റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ ശാസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് രണ്ടാമത്തെ വസ്തുത. നമ്മളത് ഞെട്ടേണ്ട വസ്തുതയില്ല. ഇതൊരു അമ്മയ്ക്കുണ്ടായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടായ മാനസിക ആഘാതം ഒക്കെ തന്നെയും വളരെ 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 വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെ ഒറ്റയടിക്ക് അതൊരു അനാസ്ഥയാണ്, അല്ലെങ്കിൽ പറയാതിരുന്നു അല്ലെങ്കിൽ മിസ് ചെയ്തു പോയി എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നറിയില്ല. അല്ല, അക്കാര്യത്തിൽ സാധാരണഗതിയിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു സ്കാനിങ്, ഇപ്പോൾ അവിടുന്ന് ആശുപത്രി അധികൃതർ തന്നെ പറയുന്നത് ഫ്ലൂയിഡ് കൂടുതലാണ്, അതുകൊണ്ട് സങ്കീർണത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ സങ്കീർണതയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആ സങ്കീർണത എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ലേ? ഗർഭസ്ഥ ശിശുവിന്റെ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം ചില സന്ദർഭങ്ങളിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ അത് സാധാരണഗതിയിൽ രോഗിയുടെ അമ്മയോടും രോഗിയോടും അടുത്ത ബന്ധുക്കളോടും ഇത്തരം ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അതൊരു അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഫ്ലൂയിഡിന്റെ കൂടുതലോ കുറവോ ഒക്കെ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. സാധാരണഗതിയിൽ അത് രോഗിയെയും രോഗിയുടെ അടുത്ത ബന്ധുവിനെയും അറിയിക്കാറുമുണ്ട്. ഇത് അറിയിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ജനിതക വൈകല്യത്തോടെ അങ്ങനെ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അബോർഷനിലേക്ക് പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി ഇവരെ ബോധ്യപ്പെടുത്താൻ ഡോക്ടർമാർക്കല്ലേ കഴിയുക? അപ്പോൾ അത് കൃത്യമായി എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു കുട്ടി ജനിക്കില്ലായിരുന്നല്ലോ. ഈ ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മുടെ അനോമലി സ്കാനിലെ എല്ലാ കാര്യങ്ങളും പിക്ക് ചെയ്യുകയും അത് അച്ഛനോടും അമ്മയോടും പറയുകയും അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ശാസ്ത്രത്തിൽ എപ്പോഴും ഒരു ചെറിയൊരു അംശമെങ്കിലും നമുക്ക്
നമുക്ക് ഒരു ഹ്യൂമൻ എറർ അല്ലെങ്കിൽ മെഷീൻ്റെ എറർ ഒക്കെ സംഭവിക്കാം. പക്ഷേ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അത് കൂടുതലോ കുറവോ പോലും കുട്ടിയെ കൃത്യമായ അൾട്രാസൗണ്ടിലൂടെ അവയവങ്ങൾ കണ്ടെത്തുന്നതിന് തടസ്സമായി മാറിയിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ പൊസിഷൻ മാറിയിരിക്കാം. അത് അപൂർവമായിട്ടാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. മിക്കപ്പോഴും ഏതാണ്ട് ഒരു 95% മുകളിൽ തന്നെ കൃത്യമായ ആക്യുറസിയോടുകൂടി ആ കാര്യം കണ്ടെത്താൻ കഴിയും. പക്ഷേ തീർച്ചയായിട്ടും ഈ ശാസ്ത്രത്തിന് അതിൻ്റെതായ ചില ന്യൂനതകളോ അല്ലെങ്കിൽ പരിപൂർണതയിലെത്താനുള്ള ഒരു കുറവോ ഒക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വസ്തുത. വളരെ നന്ദി ഡോക്ടർ സുൽഫി. പക്ഷേ താങ്കളുടെ ഈ വിശദീകരണത്തിൽ അത്ര തൃപ്തി തോന്നുന്നില്ല. കാരണം 100% ആക്യുറസി ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ ആരോഗ്യവകുപ്പ് നട്ടം തിരിയുകയാണ് എന്ന് കരുതാൻ വയ്യ. അതിന് ശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 2024 ഇത് വർഷം.